വേദിയിലിരിക്കുന്ന ഡോക്ടർ ശ്യാമ എസ് മേനോൻ, ഈ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ ബാബു സാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയ കർഷക സുഹൃത്തുക്കളെ, കേരളത്തിലെ മണ്ണിനങ്ങൾ എന്ന സബ്ജക്റ്റാണ് ഈ സെമിനാറിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് മണ്ണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അതെങ്ങനെ നമുക്ക് മണ്ണുകളൊക്കെ നേരെയാക്കി കൃഷി ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ച് നോക്കിപ്പോവാം. ഇന്ന് പലർക്കും കർഷകൻ എന്ന് പറയാൻ തന്നെ നാണക്കേടാണ് അല്ലേ? അതിനെന്താ കാരണം? വേണ്ടത്ര വില ലഭിക്കുന്നില്ല, മറ്റ് ബിസിനസ് ചെയ്യണ പോലെ ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒട്ടനേകം പ്രശ്നങ്ങളല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. കേൾക്കുന്നില്ലേ? നേരെ കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? ഞാൻ മുമ്പിലേക്ക് വരാം, നമുക്ക് സ്ലൈഡ് ഓണാക്കാം. എന്നിട്ട് ഓണാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക് ഇതാണ്, കേരളത്തിലെ മണ്ണിനങ്ങൾ. ഇവിടെ ഉള്ള എല്ലാവരും പാലക്കാട് ജില്ലയിൽ നിന്നുള്ളവർ മാത്രമാണുള്ളത്. ഓക്കെ എല്ലാവരും. അപ്പോൾ നമുക്ക് മണ്ണിനങ്ങൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഏകദേശം 7-8 ഐറ്റം വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഏരിയയിലുള്ളത് മാത്രം പ്രധാനമായിട്ടൊന്ന് നോക്കി പോകാം കേട്ടോ. ഈ മണ്ണിനെക്കുറിച്ച് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം ആദ്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്ലൈഡ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറ, എന്താണ് മണ്ണിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ മണ്ണിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത്. ഇവിടെ കുറേ ബിസിനസ്സുകാരാണല്ലോ ഉള്ളത്. അപ്പോൾ നമുക്ക് ബിസിനസ്സിൻ്റെയും ടേംസിൽ നമുക്ക് ഈ കൃഷിയെ നമുക്ക് മനസ്സിലാക്കാം, അപ്പോഴേ അത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ എന്താ ശരിക്കും ചെയ്യുന്നത്? അവന് മാർക്കറ്റിന് ആവശ്യമുള്ള അല്ലെങ്കിൽ റിക്വയർമെൻ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് കണ്ടെത്തുന്നു. ആ പ്രോഡക്റ്റ് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ നിർമ്മിക്കാൻ ഉതകുന്ന ഒരു സ്ഥലം അവൻ കണ്ടെത്തും. ഈ IT പാർക്ക്, ഇൻഡസ്ട്രിയൽ ഏരിയ അങ്ങനെയുള്ള സ്ഥലങ്ങൾ പോലെ, അല്ലെങ്കിൽ ഉള്ള സ്ഥലം ഈ ബിസിനസ്സൊക്കെ ചെയ്യാൻ വേണ്ടി പാകത്തിന് അവനാക്കിയെടുക്കും. ശേഷം അവരുണ്ടാക്കുന്ന ഈ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അത് മാർക്കറ്റ് ചെയ്ത് സെല്ലിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഈ ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസ്, ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാ മേഖലയിൽ അവർക്കൊക്കെ ഓരോ IT ഇതിലെല്ലാത്തിലും അവർക്ക് ഓരോ പ്രോഡക്റ്റുകളുണ്ടാവും. ഈ പ്രോഡക്റ്റുകളാണ് അവർ സെല്ല് ചെയ്യുന്നത്. അതിന് ശേഷമുള്ള സർവീസ് അവർ കൊടുക്കും. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ കൃഷിയിൽ അവലംബിക്കേണ്ടത്. കൃഷിയിൽ നമ്മളൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ കൃഷിയിലുണ്ടാക്കുന്ന പ്രോഡക്റ്റ് കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ അതിന് അവർക്കൊരു വില കിട്ടുന്നില്ല എന്നുള്ളതാണ് അല്ലേ നമ്മൾ ഈ കൃഷിക്കാരുടെയൊക്കെ ഒരു പ്രശ്നം. സത്യത്തിൽ ഇതേ ഒരു ബിസിനസ്സുകാരൻ ചെയ്യുന്ന അതേ ഇത് തന്നെയാണ് നമ്മൾ ഈ കൃഷിയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൃഷിക്കാരൻ അവൻ്റെ പ്രൊഡക്റ്റ് എന്താണോ പ്രൊഡക്റ്റ് അത് കോസ്റ്റ് കുറച്ച് നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അവൻ എന്തിനെക്കുറിച്ച് പഠിക്കണം? അവൻ്റെ ഇൻഡസ്ട്രി ഏരിയ ആയ മണ്ണിനെ പറ്റി അറിയണ്ടേ? അതറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഈ കൃഷിക്കാർ ആവശ്യമില്ലാത്ത വളവും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറേ എക്സ്പെൻസ്, ബിസിനസ്സിൻ്റെ ടൈംസിൽ വരുമ്പോൾ എക്സ്പെൻസ്, കൃഷിക്കാരൻ പറയും കുറേ ചിലവായി എന്ന് പറയും അല്ലേ? അങ്ങനെ ചിലവ് കൂടും, അവസാനം അതൊന്നും കിട്ടാനും ഉണ്ടാവില്ല. ഇതാണ് എല്ലാ കൃഷിക്കാരനും സംഭവിക്കുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ആദ്യം മണ്ണിനെക്കുറിച്ച് പഠിക്കണം എന്ന് പറയുന്നത്. ഈ മണ്ണിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ മണ്ണ് പരിശോധന എന്നിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതറിയാം നമുക്ക്? ഇതിൽ എത്ര പേർക്കറിയാം? എല്ലാവർക്കും അറിയാമല്ലോ. അതെന്തായാലും ചെയ്യേണ്ടതാണ് കേട്ടോ. മണ്ണ് പരിശോധന എന്നുള്ളത് വളരെ തുച്ഛമായ ചാർജാണ് അതിന് വരുന്നുള്ളത്. നമ്മൾ കൃഷിക്കാരോട് എല്ലാവരോടും പറഞ്ഞിട്ട് അത് ചെയ്യിപ്പിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ണിലുള്ള മൂലകങ്ങളുടെ അളവുകൾ കിട്ടുന്നത് ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള അതേപോലെ തന്നെയാണ് ഈ ചെടികൾക്കും ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്. ഇത് മണ്ണിൽ നിന്നാണ് അവർക്ക് കിട്ടുക. നമ്മൾ കുറേ മരുന്നും കാര്യങ്ങളൊക്കെ കുടിക്കും, അതേപോലെ തന്നെ മണ്ണിൽ നിന്ന് ചെടികൾക്ക് വലിച്ചെടുക്കുക. ചെടികൾക്ക് അതൊന്ന് കിട്ടിയിട്ടില്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നത്? ആ സമയത്താണ് വളമിട്ട് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഏത് തരം മണ്ണാണെങ്കിലും ആ മണ്ണിന് നമ്മൾ കൃഷിക്ക് ഉതകുന്ന വിധത്തിലാക്കിയെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ പലവിധ മാർഗങ്ങൾ അവലംബിക്കേണ്ടി വരും. അതുകൂടി നമുക്കൊന്ന് നോക്കി പോവാം. കാരണം ഇവിടെ കുറേ വെട്ടുകല്ല് മണ്ണാണ്, അവിടെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനത്തെ മണ്ണാണ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഇരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഏത് തരം മണ്ണാണെങ്കിലും അവിടെ അനുയോജ്യമായ കൃഷി ചെയ്ത് അതിന് വിളവുണ്ടാക്കുക, ആ രീതിയിൽ പോയാലുള്ളൂ ഇന്നത്തെ കാലത്ത് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. അപ്പോൾ എന്താണ് മണ്ണ്, അതിൻ്റെ നിർവചനം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ ഭൂമിയുടെ അല്ലെങ്കിൽ ഉപരിതലത്തിലൊക്കെ വികസിക്കുകയും നമ്മുടെ ചെടികളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്ന
ചെറിയ പാറ കഷ്ണങ്ങളും അതുപോലെ ജൈവ വസ്തുക്കളും എന്നിവയുടെയൊക്കെ ഒരു മിശ്രിതമായിട്ടാണ് ഈ മണ്ണിനെ കണക്കാക്കുന്നത്. ഈ ഒരു മണ്ണിൽ പകുതിയോളം നമ്മുടെ ഈ എയറും അതേപോലെ വെള്ളമായിരിക്കും. അതുപോലെ തന്നെ 45% ധാതുക്കൾ അടങ്ങിയിട്ടുണ്ടാവും. 5% നമ്മുടെ ജൈവ വസ്തുക്കളും, അതായത് എല്ലാം കൂടെ ചേർന്നതാണ് മണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ. 1956 ഇന്ത്യയുടെ മണ്ണ് സർവേ സ്ഥാപിതമായപ്പോൾ ഇത് നമ്മൾ ഈ മണ്ണിൻ്റെയൊക്കെ ഗുണങ്ങളും സവിശേഷതകളും പഠിക്കാൻ തുടങ്ങി. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ 1ാം പഞ്ചവത്സര പദ്ധതി തൊട്ടിട്ട് തന്നെ കൃഷിക്ക് വേണ്ട സപ്പോർട്ടും മറ്റ് കാര്യങ്ങളും നമ്മുടെ രാജ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് അത്രയും ഇമ്പോർട്ടൻസ് ഈ കൃഷിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഏകദേശ കണക്ക് പ്രകാരം 70% ആൾക്കാരാണ് കൃഷി ഒരു ഉപജീവന മാർഗ്ഗമാക്കിയിട്ട് നമ്മുടെ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരാം. നമ്മുടെ സംസ്ഥാനവും മണ്ണ് മലിനീകരണം കുറയ്ക്കാനും മണ്ണിൻ്റെ പരിചരണത്തിനൊക്കെ ആയിട്ട് നന്നായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മണ്ണിൻ്റെ മ്യൂസിയം അത് നമ്മുടെ കേരളത്തിലാണ്. അറിയോ ആർക്കെങ്കിലും? അറിയോ? ഇല്ല. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മണ്ണിൻ്റെ മ്യൂസിയം നമ്മുടെ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് പാറോട്ടുകോണത്താണ് നിലവിൽ വന്നത്. 2014 ജനുവരി 1-ാം തീയതി അത് സ്ഥാപിതമായി. ഇതന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമായിട്ടാണ് അന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത്തരം സ്ഥാപനങ്ങളുടെ പഠനഫലമായിട്ട് അവർ പറയുന്നത്, ഒരു ക്രോപ്പിന് ജൈവരാസവളങ്ങളൊക്കെ നിശ്ചിത ഇടവേളകളിലായിട്ട് നൽകി കഴിഞ്ഞാൽ, അതായത് രണ്ടും നമ്മൾ കൊടുക്കണം, ഒരു സോഴ്സിനെ മാത്രം ആശ്രയിച്ചിരിക്കാൻ പാടില്ല, നിശ്ചിത ഇടവേളകളായിട്ട് നൽകി കഴിഞ്ഞാൽ മാക്സിമം ഈൽഡ് കിട്ടുള്ളൂ എന്നാണ്. നിങ്ങളാരെങ്കിലും ചെയ്യാറുണ്ടോ? നമ്മുടെ നല്ല ഈൽഡ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരേ വളം തന്നെ കണ്ടമാനം കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ചെടിക്കോ അല്ലെങ്കിൽ ക്രോപ്പിനോ നിറച്ച് കൊണ്ടുപോയിട്ട് കൊടുക്കാറുണ്ടോ? അല്ലേ? എല്ലാവരും ചെയ്യുന്നുണ്ടാവും അതേപോലെ, കുറച്ച് നല്ല കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതിലൊരു കാര്യമില്ല. ഒരാൾക്ക് ഇപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ ഒരു നേരം കഴിക്കാൻ പറ്റിയ ഭക്ഷണം എത്രത്തോളം ഉണ്ടാവും, അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ ക്രോപ്പുകളും. അവർക്കും അതിനൊരു ലിമിറ്റുണ്ട്. അതിൽ കൂടുതൽ അവർക്കും അതാണിതൊന്നും വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് ഈ മണ്ണ് പരിശോധന വേണമെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാലാണ് മണ്ണിൽ ഏതൊക്കെ ന്യൂട്രിയൻസാണ് കുറവുള്ളത്, ഏതൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പോൾ കൂടുതലുള്ളത് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ, ഉണ്ടെങ്കിൽ പിന്നെ അത് വീണ്ടും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കൊടുത്താൽ മതി. അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ണ് പരിശോധന നമ്മൾ നടത്തുന്നത്. അപ്പോൾ എല്ലാവരും നിർബന്ധമായും മണ്ണ് പരിശോധന നടത്തുക, മറ്റുള്ളവരോടും പറയുക. ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാം. കേരളത്തിലെ മണ്ണ് പ്രധാനമായിട്ട് 8 തരത്തിലാണ്. വേറെയും 2-3 ടൈപ്പ് മണ്ണുണ്ട്, പക്ഷെ നമുക്ക് പ്രധാനമായിട്ട് ഇത് നോക്കാം. തീരദേശ മണ്ണ്, എക്കൽ മണ്ണ്, വെട്ടുകൽ മണ്ണ്, കറുത്ത പരുത്തി മണ്ണ്, കരിമണ്ണ്, ചെമ്മണ്ണ്, മലയോര മണ്ണ്, വനമണ്ണ്. ഇത്രയും ടൈപ്പുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിലെല്ലാം മണ്ണ് നമ്മൾ കൃഷിക്കായിട്ട് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല വൃത്തിയായിട്ട് അവിടെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെ വന്നുള്ള എല്ലാവരും പാലക്കാട് ജില്ലയിൽ നിന്നുള്ളവരായതുകൊണ്ട് അവിടെ നമുക്ക് ഏകദേശം ഏറ്റവും കൂടുതൽ കാണുന്നത് ലാറ്ററൈറ്റ് സോയിൽ അഥവാ വെട്ടുകൽ മണ്ണാണ് നമുക്ക് കാണപ്പെടുന്നത്. നമുക്ക് അതിനെക്കുറിച്ചിട്ട് ആദ്യം പഠിക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. ഓക്കെ. പാലക്കാടിൻ്റെ ചില ഭാഗങ്ങളിൽ, അതായത് നമ്മുടെ ഈ ചിറ്റൂർ ഭാഗങ്ങളിൽ കറുത്ത പരുത്തി മണ്ണ് കാണുന്നുണ്ട്. അവിടെ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതലുള്ളത് ഇതായതുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോവാം. ഓക്കെ. ആ സ്ലൈഡ് ഇതല്ല, അടുത്ത. ഓക്കെ. വെട്ടുകൽ മണ്ണ് ഇഷ്ടിക എന്നർത്ഥമുള്ള ലാറ്റിൻ പദമായ ലെറ്റർ എന്നതാണ് ഈ ലാറ്ററൈറ്റ് സോയിൽ അഥവാ വെട്ടുകൽ മണ്ണ് എന്നുള്ളൊരു പേരുണ്ടായിട്ടുള്ളത് കേട്ടോ. നനയുമ്പോൾ വളരെ മൃദുലവും ഉണങ്ങുമ്പോൾ അതികഠിനമാണ് ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്, ഈ ഒരു മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഉയർന്ന താപനിലയും ഉയർന്ന മഴയുള്ള പ്രദേശങ്ങളിലാണ് ഇത് പ്രധാനമായിട്ട്. അതായത് നമ്മളിവിടെ ചൂടുള്ള സമയത്ത് ഭയങ്കര ചൂടും മഴ പെയ്യുന്ന സമയത്ത് നല്ല മഴയും വരുന്നില്ലേ, ആ ഒരു ഏരിയയിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഈ മണ്ണിന് പല പേരിൽ, ചരൽ മണ്ണ്, ലാറ്ററൈറ്റ് സോയിൽ, പല പേരിൽ ഇത് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണും ഇത് തന്നെയാണ്. മണ്ണിൻ്റെ മറ്റു പ്രത്യേകത എന്ന് വെച്ചാൽ അസിഡിറ്റി ഭയങ്കര കൂടുതലാണ്, അതായത് ഒരു പുളിരസം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായും കുമ്മായം ഈ ഒരു മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കണം. കുമ്മായം നമ്മൾ ഈ അസിഡിറ്റീനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ചെടികൾക്ക് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിനെ തന്നെ എന്തായാലും കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ്
ഇത് കൃഷി ചെയ്യുന്നതിന് മുമ്പ് ഒരു 10 ദിവസം മുമ്പെങ്കിലും നമ്മളത് ഉപയോഗിച്ചിരിക്കണം. ഈ മണ്ണിൽ കുറവായിട്ട് കാണപ്പെടുന്ന ന്യൂട്രിയൻസാണ് നമ്മുടെ നൈട്രജൻ, അതേപോലെ പൊട്ടാസ്യം. പിന്നെ ഇപ്പോൾ കൂടുതൽ മഴ കിട്ടുന്നതുകൊണ്ട്, നമ്മുടെ ഏരിയയിലൊക്കെ കൂടുതൽ മഴ വരുന്നതുകൊണ്ട് ലീച്ചിങ് എന്ന് പറഞ്ഞൊരു ഇത്, അതായത് ഒലിച്ചു പോകുന്നൊരു ഇത് വരുന്നുണ്ട്. കൂടുതൽ മഴ പെയ്ത് വെള്ളം ഒലിച്ചു പോകുമ്പോൾ കുറേ ന്യൂട്രിയൻസ് അതിൽ ഒലിച്ചു പോകും. വളരെ കുറഞ്ഞ അളവിൽ ലഭ്യമായ മതിയെങ്കിലും അവയുടെ കുറവായിട്ട് തന്നെ നമ്മുടെ ക്രോപ്പുകളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറവ് വരുന്നതാണ് കാൽസ്യം, മഗ്നീഷ്യം, ബോറോൺ. ഇത്തരം മൂലകങ്ങളും ഇപ്പോൾ നമ്മുടെ ഈ ഭാഗങ്ങളിലുള്ള മണ്ണുകളിൽ കുറവ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ മണ്ണിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കുമ്മായപ്രയോഗമോ അല്ലെങ്കിൽ ഡോളമൈറ്റോ ചേർത്ത് ഒരു 10-14 ദിവസം കഴിഞ്ഞതിന് ശേഷം മറ്റു വളങ്ങൾ നമ്മൾ മിക്സ് ചെയ്ത്, അതായത് ഇടവേളകളിൽ ജൈവ രാസവളങ്ങളുമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മൈക്രോ ന്യൂട്രിയൻസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ക്രോപ്പും നല്ല രീതിയിൽ അത് ഈൽഡ് തരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം നിങ്ങളുടെ മൈൻഡിൽ വെക്കണം. ഇനി നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഇത്തരം അത്തരം പ്രശ്നങ്ങളാണ് ഈ ഒരു ഏരിയയിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇത്തരം ഏരിയയിൽ കൃഷി ചെയ്യുമ്പോൾ കാണപ്പെടുന്ന പ്രധാന പ്രശ്നങ്ങളൊക്കെ ഇതിലേതെങ്കിലും ന്യൂട്രിയൻസിൻ്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. വേണോ? ഓക്കെ.